ഹലോ, അരിത്തമെറ്റിക് സീക്വൻസസിന്റെ അടുത്ത പാർട്ട് നോക്കാം. ഈ ഒരു പാർട്ടിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള തിയറി ഫുള്ള് കഴിയും, ഇക്വേഷൻസ് ഒക്കെ കഴിയും. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും കൂടിയേ ചെയ്യാനുള്ളൂ. ഇവിടെ നോക്കിയേ, x1, x2, x3. ഞാൻ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 ടേമുകളെ ജനറൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ടേം ആണ്, x2 സെക്കൻഡ് ടേം, x3 തേർഡ് ടേം. നമുക്ക് ഈ 3 ടേമിനെ ഒന്ന് ആഡ് ചെയ്യാം. x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ഈ 3 ടേമിനെ ഞാൻ ആഡ് ചെയ്ത്, അപ്പൊ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാല്, ഇവിടെ മിഡിൽ ടേം നോക്കിയടാ, നടുക്കത്തെ ടേം നോക്കിയേ, x2 അല്ലേ, മിഡിൽ ടേം x2 ആണ്. ഇവിടെ ടോട്ടൽ എത്ര ടേം ഉണ്ടെന്ന് നോക്കിയേ, 1, 2, 3. ഇവിടെ 3 ടേം ഉണ്ട്, മിഡിൽ ടേം x2 ആണ്. 3 ടേം ഉണ്ട്, മിഡിൽ ടേം x2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ x1 പ്ലസ് x2 പ്ലസ് x3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ടോട്ടൽ ഇവിടെ 3 ടേം ഉണ്ട്, അപ്പോൾ 3 ഇൻറ്റു മിഡിൽ ടേം x2 ആണ്. അപ്പൊ നമുക്ക് x1 പ്ലസ് x2 പ്ലസ് x3 ചെയ്താൽ 3 ഇൻറ്റു മിഡിൽ ടേം 3 ഇൻറ്റു x2 കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 3 ടേമുകൾ എടുക്കാം. 1, 3, 5. ഇതെന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ, നമുക്കറിയാം. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ത് വരും? 3 - 1 2 വരും. അപ്പൊ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പൊ നമുക്ക് പറയാം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ആദ്യത്തെ 3 ടേമുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. 1 പ്ലസ് 3 പ്ലസ് 5. ഇതെന്ത് വരും ഇവിടെ? നമ്മൾ ഈ പഠിച്ച രീതി വെച്ചിട്ട് എന്ത് വരും? ഇവിടെ 3 ടേം ആണുള്ളത്, അപ്പൊ 3 ഇൻറ്റു മിഡിൽ ടേം നോക്കിയേ, മിഡിൽ ടേം രണ്ടാമത്തെ ടേം അല്ലേ ഇവിടെ മിഡിൽ ടേം, ഇത് 3 ആണ്. അപ്പൊ 3 ഇൻറ്റു 3 ഈക്വൽ ടു 9. കിട്ടിയില്ലേ? നമുക്ക് 5 ടേം എടുക്കാം. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5. ആദ്യത്തെ 5 ടേമുകളെ ആഡ് ചെയ്യാം. ഇതെന്ത് വരും? ഈക്വൽ ടു, ഇവിടെ മൊത്തം എത്ര ടേം ഉണ്ട്? 5 ടേം ഉണ്ട്. മിഡിൽ ടേം എത്രാമത്തെയാന്ന് കണ്ടുപിടിക്കാം. മിഡിൽ ടേമിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. എത്രാമത്തെയാണ് മിഡിൽ ടേം എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാല് n+1/2 n+1/2. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മിഡിൽ ടേമിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എത്രാമത്തെയാണ് നമ്മുടെ മിഡിൽ ടേം എന്ന് അറിയാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ മൊത്തം 5 ടേം ഉണ്ട്. അപ്പൊ മിഡിൽ ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? n-ന് വരെ 5 കൊടുക്കുക. അപ്പൊ 5 + 1/2, 5 + 1 6 ആണ്, 6/2 3. ഓക്കെ, അപ്പൊ നമ്മുടെ മിഡിൽ ടേമിന്റെ പൊസിഷൻ കിട്ടി 3. മൂന്നാമത്തെ ആളാണ് നമ്മുടെ ഇവിടെ മിഡിൽ ടേം വരുന്നത്. ഇവിടെ മൊത്തം എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 1, 2, 3, 4, 5. ഇവിടെ മൊത്തം 5 ടേം ഉണ്ട്. മിഡിൽ ടേമിന്റെ പൊസിഷൻ 3 ആണ്. അപ്പൊ ഇതാണ് മിഡിൽ ടേം. x3 ആണ് ഇവിടെ മിഡിൽ ടേം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ടോട്ടൽ 5 പേരുണ്ട്. അപ്പൊ 5 ഇൻറ്റു മിഡിൽ ടേം x3 ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇൻറ്റു x3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് 7 ടേമിനെ ഒന്ന് ആഡ് ചെയ്യാം. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് x7. നമ്മുടെ ആദ്യത്തെ 7 ടേമിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് വരും? ഈക്വൽ ടു, ഇവിടെ മൊത്തത്തിൽ 7 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേമിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാം. മിഡിൽ ടേമിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ n+1/2 7 കൊടുക്കുക. കാരണം ഇവിടെ മൊത്തം 7 ടേം ആണുള്ളത്. അപ്പൊ n-ന് പകരം 7 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7 + 1/2 ഈക്വൽ ടു 7 + 1 8 ആണ്, 8/2 4. നാലാമത്തെ ആളാണ് നമ്മുടെ ഇവിടെ
മിഡിൽ ടേം വരുന്നത്. നാലാമത്തെ ടേം എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഇവിടെ? ഫസ്റ്റ് ടേം x1 ആണ്, സെക്കൻഡ് ടേം x2 ആണ്, തേർഡ് ടേം x3 ആണ്. അപ്പൊ ഫോർത്ത് ടേം, നാലാമത്തെ ടേം എന്ത് വരും? x4 വരും. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൊത്തത്തിൽ ഇവിടെ 7 ടേം ഉണ്ട്. അപ്പൊ 7 ഇൻറ്റു നാലാമത്തെ ടേം x4. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് പറയാം, ഇവിടെ നമുക്കൊരു ഇക്വേഷൻ എഴുതാലോ. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു ഇക്വേഷൻ എഴുതാലോ. എന്തെഴുതാം? സം ഈക്വൽ ടു, നമുക്കറിയാം ഇങ്ങനെ ഓരോ ടേമുകളെയും ആഡ് ചെയ്യുന്നതിന് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നതിന് നമ്മൾ എന്ത് പറയും? സം എന്ന് പറയും അല്ലെ? അപ്പൊ സം ഈക്വൽ ടു എന്ത് വരും ഇക്വേഷൻ? n ഇൻറ്റു മിഡിൽ ടേം. സമ്മിന്റെ ഒരു ഇക്വേഷൻ കിട്ടിയല്ലേ? n ഇൻറ്റു മിഡിൽ ടേം. n എന്ന് പറഞ്ഞാൽ അറിയാം ഇവിടെ എത്ര ടേം ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ 7 ടേം ഉണ്ട്. അപ്പൊ n എന്തായിരിക്കും? 7 ആയിരിക്കും. ഇവിടെ 5 ടേം ഉണ്ട്. അപ്പൊ n 5 ആണ്. ഇവിടെ 3 ടേം ആണ്. അപ്പം n 3 ആണ്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നടുക്ക് വരുന്ന ടേം അല്ലേ? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചല്ലേ? x4 ആയിരുന്നു മിഡിൽ ടേം, ഇവിടെ x3 ആയിരുന്നു മിഡിൽ ടേം, ഇവിടെ x2 ആയിരുന്നു മിഡിൽ ടേം. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ? മിഡിൽ ടേമിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം n+1/2 ആണ്. n എന്ന് പറഞ്ഞാൽ അവിടെ എത്ര നമ്പർ ഓഫ് ടേം ഉണ്ട് അതിട്ട് കൊടുത്താൽ നമുക്ക് മിഡിൽ ടേമിന്റെ പൊസിഷൻ, മിഡിൽ ടേമിന്റെ സ്ഥാനം കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. സം ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം. ക്ലിയർ അല്ലേ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The common difference of an arithmetic sequence is 2 and the sum of 9th, 10th and 11th term is 90. Calculate the first 3 terms of the sequence. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കിവിടെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. d ഈക്വൽ ടു 2 and the sum of 9th, 10th and 11th term is 90. സം ഓഫ് 9th, 10th and 11th നോക്കിയേ. x9 പ്ലസ് x10 പ്ലസ് x11 ഈക്വൽ ടു 90 ആണ്. 9th ടേം, 10th ടേം, 11th ടേം, ഈ 3 ടേമിന്റെയും സം എത്രയാണ്? 90 ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഫസ്റ്റ് 3 ടേംസ് x1, x2, x3 ഇത് എന്ത് വരുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 ടേം എന്ത് വരുമെന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കിവിടെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 2. ഇവിടെ നോക്കിയേ, x9 പ്ലസ് x10 പ്ലസ് x11 ഇത് 3 എന്താ? അടുത്തടുത്തുള്ള ടേമുകളല്ലേ? അപ്പൊ നമുക്ക് പറയാം, നോക്കിയേ, x9 പ്ലസ് x10 പ്ലസ് x11 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാടാ? നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം? അവിടെ 3 ടേമുകളുണ്ട്. നടുക്കത്തെ ടേം നോക്കിയേ 10 ആണ്. നടുക്കത്തെ ടേം, മിഡിൽ ടേം 9 ആണ്. ഇവിടെ 3 ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം അല്ലേ? ഇവിടെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ടോട്ടല് 3 ടേം ഉണ്ട്. അപ്പൊ 3 ഇൻറ്റു മിഡിൽ ടേം x10 ആണ്. ഇതിനെ നമുക്ക് 3 ഇൻറ്റു x10 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? 3 ഇൻറ്റു x10 എന്ന് എഴുതാമല്ലോ. ഇത് നമുക്ക് തന്നിട്ടുണ്ട് ഈക്വൽ ടു 90. ഓക്കെ, ഈ x9 പ്ലസ് x10 പ്ലസ് x11 നമുക്കറിയാം n ഇൻറ്റു മിഡിൽ ടേം വെച്ചിട്ട് എഴുതാം. n എന്ന് പറയുന്നത് ഇവിടെ 3 ടേം ഉണ്ട്. അപ്പൊ 3 ഇൻറ്റു മിഡിൽ ടേം x10 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ x10ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 3 ഇൻറ്റു x10 ഈക്വൽ ടു 90. അങ്ങനെയാണെങ്കിൽ x10 10th ടേം എന്ത് വരും? 90 ഡിവൈഡഡ് ബൈ 3. ഈ മൾട്ടിപ്ലൈ ചെയ്ത 3 ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ എന്തായി? ഡിവിഷൻ ആയി മാറി. 90 ബൈ 3 എന്താണ്? 30. അപ്പൊ നമ്മുടെ x10 10th ടേം കിട്ടി, 10ാമത്തെ പദം കിട്ടി. എത്രയാടാ? 30 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കാം. നോക്കാം. നമുക്ക് ആദ്യം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. x1 ഈക്വൽ ടു നമുക്കിവിടെ 10th ടേം കിട്ടി. അപ്പോൾ x10 മൈനസ് എത്ര
എത്ര കോമൺ ഡിഫറൻസ് കുറയ്ക്കണം? നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഇവിടെ 1 1 കിട്ടാൻ വേണ്ടി 10ൽ നിന്ന് 9 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ x1 = x10 - 9d 9 കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? x10 ഇവിടെ 30 30 - 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 2 ഈക്വൽ ടു 30 - 18 30 - 18 12 അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി 12. ഫസ്റ്റ് ടേം കിട്ടി 12. ഇവിടെ ഇനി നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്ത് സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കാമല്ലോ. നോക്കിയേ, ഫസ്റ്റ് ടേം 12, സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ. സെക്കൻഡ് ടേം കിട്ടാൻ ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ. നമുക്കറിയാം x2 = x1 പ്ലസ് ഇവിടെ 2 കിട്ടാൻ വേണ്ടി 1ന്റെ കൂടെ 1 കൂടണം. അപ്പം x1 + 1d x1ന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ x2 കിട്ടും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. 12 + 2 അല്ലേ? സെക്കൻഡ് ടേം 12 + 2 ചെയ്യുക. 12 + 2 14. തേർഡ് ടേം കിട്ടാൻ വേണ്ടി വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. 14 + 2 16. അപ്പൊ നമ്മുടെ ആദ്യത്തെ 3 ടേമുകൾ കിട്ടി. 12 14 16. നമ്മളിവിടെ എന്താ ചെയ്തത്? നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി 12. ഇനി സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 14 കിട്ടി. തേർഡ് ടേം കിട്ടാൻ വേണ്ടി സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 16 കിട്ടി. സിമ്പിൾ അല്ലേ?